ക്രമരഹിതമായ മെൻസസ് സാധാരണയായ ഒരു പ്രശ്നത്തിൻ്റെ ലക്ഷണമല്ല. എന്നാൽ നിങ്ങളുടെ മെൻസസ് ക്രമരഹിതമാണ് പ്ലസ് സാധാരണ ആർത്തവ രീതി അതിൻ്റെ ആ ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. ഞാൻ ഡോക്ടർ ജിഷാമേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. ക്രമം തെറ്റിയ ആർത്തവം എന്താണ്? 2 മെൻസ്ട്രുവൽ സൈക്കിൾസിന് ഇടയിലുള്ള ശരാശരി ഇടവേള ഏകദേശം 28 ദിവസമാണ്. ഇത് ചിലപ്പോൾ 21 ദിവസമായി കുറയുവാനും 35 ദിവസത്തിൽ കൂടുതലാകാനും സാധ്യതയുണ്ട്. ആദ്യമായി മെൻസസ് ആകുമ്പോഴും മെൻസസ് പിന്നീട് 40 മുതൽ 45 വയസ്സിനുള്ളിൽ നിൽക്കാറാവുമ്പോഴും ക്രമരഹിതമായ ആർത്തവം സാധാരണയായി കാണപ്പെടാറുണ്ട്. ക്രമമായി മെൻസസ് ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയായോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. കാരണം ഗർഭിണിയാകുമ്പോൾ ആർത്തവം ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആർത്തവ ക്രമക്കേടുകൾ കാണാറുമുണ്ട്. കൗമാരക്കാരിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഇപ്പോൾ വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനവും ക്രമം തെറ്റിയ മെൻസസിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഡയറ്റിംഗ് എന്ന പേര് പറഞ്ഞ് ഭക്ഷണം വല്ലാതെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഇന്ന് കൗമാരക്കാരിലും യൗവനക്കാരിലും ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നവർ, ശരീര വ്യായാമമില്ലാത്തവർ എന്നിവരും പൊണ്ണത്തടിക്ക് അടിമയാകുന്നു. സോ ഭാരം അമിതമായി കൂടുന്നതും അമിതമായി കുറയുന്നതും രണ്ടും ആർത്തവ ക്രമക്കേടിന് കാരണമാകാം. ടെൻഷനിപ്പോൾ ഇല്ലാത്തവരില്ല അല്ലേ? അമിതമായിട്ടുള്ള ഉത്കണ്ഠയും തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളും ആർത്തവത്തെ ക്രമം തെറ്റിക്കും. എന്തിനും ഏതിനും ഡോക്ടറുടെ കുറിപ്പടി കൂടാതെ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും, പ്രത്യേകിച്ച് മെൻസസിൻ്റെ ഡേറ്റ് മാറ്റാനായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഗർഭനിരോധനത്തിനുള്ള മരുന്നുകൾ കഴിക്കുക, മെൻസസിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് കൂടിയ തോതിൽ വേദന സംഹാരികൾ ഉപയോഗിക്കുക തുടങ്ങിയവയെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. രക്തപരിശോധനയിലൂടെയും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും കൃത്യമായ രോഗനിർണയം നടത്തി കൃത്യമായ ഇടവേളകളിൽ മരുന്നും വ്യായാമവും യോഗയും ശീലമാക്കിയാൽ ആർത്തവ ക്രമക്കേടുകളിൽ നിന്ന് എളുപ്പത്തിൽ മുക്തി നേടാം. പൾസെറ്റില, സെപ്പിയ, നീട്രമൂർ, കാൽക്കീരിയ കാർബ്, ഫെറമെറ്റ്, സിനീഷ്യ ഒറിയസ്, ആക്ടിറസിമൂസ, ലൈക്കോപോഡിയം, സൈക്ലാമിൻ എന്നിങ്ങനെ തുടങ്ങിയ ഹോമിയോ മരുന്നുകൾ പലതും ഇതിന് ഫലപ്രദമായിട്ട് കാണാറുണ്ട്. ഈ വീഡിയോ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ തൽക്കാലം സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷാമേരി.